യോഗത്തിന്റെ അധ്യക്ഷനും എന്റെ അനിയനും കൂടിയായ കൊച്ചനിയനും കൂടിയായ ശ്രീ വേണു, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എന്റെ സുഹൃത്ത് ശ്രീ സാബു അവറുകൾ, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച എന്റെ പ്രിയപ്പെട്ട അനിയൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ശ്രീ വേണു സാർ, ഇവിടെ കൂടിയിരിക്കുന്ന സുഷ്ടമാണെങ്കിൽ പോലും വളരെ കണ്ണിനായ ആളുകൾ ഇവിടെ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിന്റെ അതുപോലെ തന്നെ ഉയർച്ചയും അതുപോലെ തന്നെ വ്യക്തിത്വങ്ങളും എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും കൂടി അറിയുന്ന ആ വ്യക്തിത്വങ്ങൾ മാത്രമേ ഇങ്ങനെയുള്ള യോഗങ്ങൾ പങ്കെടുക്കാൻ. അപ്പൊ അങ്ങനെ എത്തിയിരിക്കുന്ന എന്റെ സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്കും വളരെ നമ്മൾ സമയം വളരെ വൈകി വളരെ കാര്യപ്രസക്തമായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാലും ചില പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താമെന്ന് പറയാം. പ്രധാനമായും ഇന്ന് നമ്മള് ബാബയുടെ 133ാമത്തെ ജന്മദിനം ആഘോഷിക്കുക. നമ്മൾ മാത്രമല്ല ഇത് ആഘോഷിക്കുക, ലോകമെമ്പാടും ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസ് പോലുള്ള സമ്പന്ന രാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന് വിജ്ഞാനകോശമായിട്ട്, വിജ്ഞാന ദിവസമായിട്ട്, അതിലുപരി ഐക്യരാഷ്ട്രസഭ സമത്വ ദിനമായിട്ടാണ് ഈ അദ്ദേഹത്തിന്റെ ഈ ദിനത്തെ അംഗീകരിച്ചുകൊണ്ട് UN സമിതി അംഗീകരിച്ച പ്രമേയം തന്നെ സമത്വമാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ചപ്പാട് ജനാധിപത്യം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജനാധിപത്യ രാഷ്ട്രം നിർമ്മിച്ച ഡോക്ടർ BR അംബേദ്കറിന്റെ ഉൾക്കാഴ്ചയാണ് ഈ രാജ്യം അദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുന്നത്. നമ്മൾ പ്രിയപ്പെട്ട വക്കീൽ പറഞ്ഞു കഴിഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ മഹത്വം. അദ്ദേഹം നേടിയെടുത്ത വിദ്യാഭ്യാസം ഒരൊറ്റ ഇന്ത്യയിൽ ഒരൊറ്റ കുഞ്ഞിനും നേടിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഡിഗ്രികൾ എഴുതിയാണെങ്കിൽ വേണ്ട ഒരു പേപ്പർ മുഴുവൻ നിറഞ്ഞു നിൽക്കും. അത്രയ്ക്ക് മാമ്പഴം വീഴുമ്പോഴാണ് വേറെ രാജ്യങ്ങളിലൊക്കെ പോയി അദ്ദേഹം ഡിഗ്രി എടുത്തു വന്നത്. എത്രയോ മേഖലയിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത്. അത് മറ്റൊരു കാര്യം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി. അത് മാത്രം പോരല്ലോ, വിദ്യാഭ്യാസം ചെയ്ത് നമ്മുടെ എത്ര ഇടയിൽ നമ്മുടെ എത്രയോ ജനങ്ങളുണ്ട്. ആ വിദ്യാഭ്യാസം ഉൾക്കാഴ്ചയെടുക്കാണ്ട് ജനത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ജനത്തിന് വേണ്ടിയിട്ട് ആരോഗ്യം പണിപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിലുണ്ടോ? നമ്മളദ്ദേഹം പറഞ്ഞത് ജനാധിപത്യം, ഡെമോക്രസിയും പെട്ടെന്നിറ്റിയും ഉദ്ഘോഷിച്ച സമത്വത്തെ കുറിച്ച് ഭരണഘടനയിൽ വിഭാവനം ചെയ്ത ഇന്ത്യൻ വ്യവസ്ഥിതിയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം എങ്ങനെ രൂപപ്പെടണമെന്ന് മാത്രം മനസ്സിലാക്കിയ ഒരു മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഉണ്ടാക്കുന്നത് BR അംബേദ്കർ. നമുക്കറിയാം, അദ്ദേഹം ഇത് എഴുതിയില്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം ഈ ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ്. ആ ജനാധിപത്യത്തെ കടകൾ വയ്ക്കുന്ന പ്രവർത്തനമായ ശ്രേണി രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഭരണഘടന അംഗീകരിച്ചില്ലോ എങ്കിൽ, ഈ രാജ്യത്തെ ഭരണഘടനയില്ലെങ്കിൽ നമ്മളും വക്കീൽ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഈ രാജ്യം ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റത്തില്ല. ആ രാജ്യം നമ്മുടെ രാജ്യം ഈ മേഖലയിലേക്കാണ് കടന്നു പോകുന്നത്. ഇതിന്റെ ഒരു പ്രത്യേക ശാസ്ത്രമായിട്ട് ഞാൻ ഈ കഴിഞ്ഞിടക്കുമ്പോൾ ഈ ഡൽഹിയിൽ പോയിരുന്ന ആളാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് EVM നിർത്തലാക്കണം, ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറഞ്ഞ മഹത്തായ ആശയമായിട്ട് രാംലീല മൈതാനിൽ വമ്പിച്ച ദളിത് കോൺഫറൻസ് ഉണ്ടായി. അതിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. നമ്മളിപ്പോൾ കണ്ടിരുന്ന ഡൽഹിയിൽ നമ്മൾ വളരെ മോശമായ ഒരു അവസ്ഥയാണ്. അവിടെ സന്ധ്യയായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആള് പീഡിയ കടയുടെ വക്കത്തിരുന്നാണ് സന്ധ്യ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിലൊക്കെ കിടന്നുറങ്ങുന്നത്. ഈ ജനങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ അവിടെ വെള്ളം കോരി ഒഴിച്ച് അവരെ ഓടിക്കുക. ഇത്രയ്ക്കൊക്കെ അസ്ത്രപ്പെട്ട ഇന്ത്യ രാജ്യത്ത് കാണുന്ന വളരെ ദയനീയപരമായ അവസ്ഥ. ലക്ഷക്കണക്കിന് ആളുകളാണ് പാതയോരത്ത് ജീവിക്കുന്നത്. അതിദയനീയമാണ്. ഇന്ത്യ ഉദ്ഘോഷിക്കുന്ന 10-75 വർഷങ്ങൾ പിന്നിട്ടും ഈ രാജ്യം ആളുകൾ മാറി മാറി പഠിച്ചു. എല്ലാവർക്കും മാറി മാറി പഠിച്ചു. കേരളത്തിലും മാറി മാറി പഠിച്ചു. എന്തൊരവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്? മാറി മാറി പഠിച്ചിട്ട അവസ്ഥ എന്താണ്? ഇപ്പൊ നമ്മുടെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് പോലും കൊടുക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കര വേണുവിന്റെ മകൾക്ക് കിട്ടുന്നുണ്ടോ? ഡിഗ്രി പഠിക്കുന്ന കുട്ടികള്, അതുപോലെ തന്നെ മറ്റു ഡോക്ടറേറ്റ് നേടുന്ന വിദ്യാർത്ഥികളൊക്കെ
കോളേജ് വിട്ടുപോവുകയാണ്. അവർക്ക് പഠിക്കാനുള്ള സാമ്പത്തിക സഹായ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. പിന്നെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ആർക്കേക്കാന്നറിയാം? ഒരു വർഗത്തിലുള്ളത് ജാതിയാണെന്ന് പറയാം. പക്ഷെ പറയാതിരിക്കാൻ പറ്റിയില്ല. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് കിട്ടുന്നുണ്ട്, ഈഴവ സഹോദരന്മാർക്ക് കിട്ടുന്നുണ്ട്. കൊടുക്കുന്ന നല്ല കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഈ പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. വളരെ പുരോഗമനം പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ സ്ഥിതി ഇതാണെങ്കിൽ പരിശോധിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതി പീഡനങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. എത്രയോ ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. എത്ര പേര് തല്ലിക്കൊന്നിരിക്കുന്നു. ഈ തല്ലിക്കൊന്നിരിക്കുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു സമാധാനം പറയാൻ ഈ വിഭാഗത്തിലുള്ളവരല്ലാതെ ഏതെങ്കിലും ഒരു കേസ് കൊടുക്കാനായിട്ട് മറ്റുള്ള അതായത് അവരുടെ മൊത്തം പറയുകയാണെങ്കിൽ അവരുടെ എന്താ പറയുന്ന ആ സാമൂഹ്യ ദംസനം, ആ അസമത്വങ്ങൾ അവരെ ദംസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭരണഘടനയിൽ എല്ലാവിധ നമ്മുടെ വക്കീൽ സൂചിപ്പിച്ച ആമുഖത്തിൽ പറഞ്ഞത് വാക്കിയല്ല, എന്തെല്ലാം സമത്വ അവകാശങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയ്ക്കും സുന്ദരമായ ഒരു ഭരണഘടന നിർമ്മിച്ച മനുഷ്യന് ആരെങ്കിലും ആദരിക്കുന്നുണ്ടോ? നമ്മുടെ സഹോദര പ്രസംഗം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഇത്രയ്ക്കും വ്യക്തിത്വമുള്ള, ഇത്രയ്ക്കും അറിവുള്ള, അറിവിന്റെ അട്ടാരമാണ് അദ്ദേഹം. ആ ഭാവയെ അംഗീകരിക്കുവാൻ ഈ സമൂഹത്തിലുള്ള ഉന്നത ശ്രേണിയിലുള്ള മന്ത്രിമാരും മറ്റു പ്രമുഖരും അതും ഇവിടെ ജാതിയുടെ പേരിൽ വിവേചനം കാണിക്കുന്നു, ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വിഭാഗത്തെ മാത്രം തേടിപ്പിടിച്ച് അവനെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യയിലുള്ളത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. നമ്മുടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 16 MLA-മാരും നമ്മുടെ നിയമസഭയിലുണ്ട്. ഇവരെ കൊണ്ട് എന്താ പ്രയോജനം? ഈ 16 MLA-മാർക്ക് കൂടി നമുക്ക് കിട്ടുന്ന ഒരു മന്ത്രി എന്നൊന്നും പറയാൻ പറ്റില്ല. ആരോ മന്ത്രിയാണ്. അദ്ദേഹം ഇപ്പം പാലക്കാട് മത്സരിക്കുമ്പോൾ 70,000 കോടി രൂപയാണ് ഈ പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക് വിതരണം ചെയ്യുന്ന പൈസയാണ് ലാപ്സായി കിടക്കുന്നത്. ഈ 35ഓളം MP-മാരുണ്ട്. പാർലമെന്റിലായാലും രാജ്യസഭയിലായാലും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പട്ടികജാതി ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ വിവരാവകാശ നിയമം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വോട്ടും കൊടുക്കാത്ത നമുക്ക് കേരളത്തില് ഈ 36 MP-മാരുള്ളതിൽ നമ്മുടെ 2 MP-മാരും കൊടുത്തു തീർത്തിട്ടില്ലെന്നാണ് അവസ്ഥ. കുടിക്കുന്നിൽ സുരേഷ് കൊടുത്തു തീർത്തിട്ടില്ല. 20-30% നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് MP കൊടുത്തിട്ടില്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ട്. ഒട്ടും കൊടുക്കാത്ത വിപ്ലവകാരികളായ MP-മാർ നമുക്ക് ഇവിടെയുണ്ട്. ഈ ഫണ്ടുകൾ കൊടുത്തു തീർക്കുന്നില്ല. 10-20%, 100% കൊടുത്തു തീർക്കേണ്ട പട്ടികജാതി ഫണ്ടുകൾ ലാപ്സായിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ജനവിഭാഗത്തിന് ഏറ്റവും കൂടുതൽ പറഞ്ഞത് വിദ്യാഭ്യാസം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. സാറ് പറഞ്ഞ വളരെ നല്ല കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുള്ളൂ. ആ വിദ്യാഭ്യാസത്തിന് പോലും ഗ്രാന്റ് കൊടുക്കാത്ത ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് 8% പട്ടികജാതി 8% സംവരണവും, അതായത് 2% പട്ടികവർഗത്തിന്, ഈഴവർക്ക് 14% സംവരണം, മുസ്ലിമിന് 12%, ലത്തീൻ ജാതികൾക്ക് 4%, ദീവരസഭ അവർക്കുമുണ്ട് 1%. അങ്ങനെ മൊത്തം 50% കൊടുക്കുന്നത് ഈ സംസ്ഥാനത്ത്. അത് പോരാഞ്ഞിട്ട് 10% പാർലമെന്റ് പാസ്സാക്കി EWS കൊടുത്ത് നായരോട്ട് മേലോട്ടുള്ളവർക്ക് ഈ 10% സംവരണം കൊടുത്തപ്പോ ഭരണം അട്ടിമറിക്കുക ചെയ്തത് എന്തിനാണ്? സോഷ്യൽ ആൻഡ് എക്കണോമിക്കലായി വീക്കറുള്ളവർക്ക്, സമൂഹത്തിലെ ജാതിയുടെ പേര് പ്രശ്നേൽപ്പിച്ചിട്ടുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ഈ സംവരണത്തിന്റെ അതാണ്. ജാതി സമത്വം അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉള്ളവർക്ക് അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അംബേദ്കർ ഭരണഘടനയിലെ ഈ 10% സംവരണം ഏർപ്പെടുത്തിയത്. ആ ഭരണഘടനയിലെ ഈ MP-മാരും ഒക്കെ പോകുന്ന അങ്ങനെയാണ്. ഈ MP-മാര് നമുക്ക് 4 MP-മാരാണ് പാർലമെന്റിലുള്ളത്. ഇവരെന്താ ചെയ്യുന്നത്? ഈ പാർലമെന്റിൽ പോകുന്ന ഈ MP-മാര് ഈ വിഭാഗത്തിന്റെ ഈ 1% യുവാക്കന്മാര് ഒരക്ഷരം ഉണ്ടാറില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ പറയുന്ന കാര്യം ചോദിക്കാൻ പ്രേമചന്ദ്രനോട് പറയണം. ഈ കാര്യം ഒന്ന് ഉന്നയിക്കണമെന്ന് പറയുമ്പോ പ്രേമചന്ദ്രൻ അത് ഉന്നയിക്കും. അതാണ് രമ്യ ഉന്നയിക്കില്ല, കുടിക്കുന്ന സുരേഷ് ഉന്നയിക്കുന്നില്ല.
ഇതാണ് ഇവരുടെ പോക്ക്. ഈ 16 MLA കമാന്ന് വർഷം നമ്മുടെ നിയമസഭയിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പിന്നെ റിസർവേഷൻ കൊടുക്കുന്നതിൽ താല്പര്യമില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ട് പോലും ഈ 16 സംവരണത്തിന് പരീക്ഷ കിട്ടുന്ന ഈ MLA ഒരക്ഷരം മിണ്ടിയില്ലെന്ന് ഇവന്മാർ അനങ്ങാതിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തൃശ്ശൂർ നടന്ന യോഗത്തില് പ്രതിരൂപാത്മകമായിട്ട് ഈ MP-മാര് ഈ MLA കഴുത്തിൽ ഞങ്ങൾ ചെരുപ്പുമാല അണിയിക്കേണ്ട ഒരു സംഗതി വന്നു. അതൊരു പ്രശ്നമാണ്. തൃശ്ശൂര് ചെരുപ്പുമാല അണിയിച്ചവന്മാരാ. എന്തുകൊണ്ടാണ്? നമ്മുടെ സഹോദരങ്ങളാണ് MP-മാർ MLA പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ പോകണ്ട, സംരക്ഷിക്കാൻ വേണ്ടി പാർലമെന്റിലും നിയമസഭയിലും പറയേണ്ടവര് ഇവന്മാര് കമാന്ന് ഒരു അക്ഷരം ഇടുന്നില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവര് പോകുന്നത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയിൽ എഴുതിയ വ്യവസ്ഥിതി അനുസരിച്ചാണ് പോകുന്നത്. അല്ലാതെ പാർട്ടിക്കാരുടെ ടിക്കറ്റിൽ പോകുന്നവരല്ല ഇവന്മാർ. ഈ വിവാദത്തിനോട് അദ്ദേഹത്തിന്റെ ഒരു ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. ഇവരിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവര് ഈ വിവാദത്തെ അവര് ഈ സൊസൈറ്റിയിലേക്ക് തിരിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ ഉദ്യോഗസ്ഥന്മാര്, ഞാൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ പറയുന്നത്, ഞങ്ങൾ ഏറ്റവും കുറ്റക്കാരനാണ്. ഞാനിപ്പോ ഒരു ബാങ്കിന്റെ ഡയറക്ടർ, ഞങ്ങളുടെ അതിന്റെ കീഴില് ഒരു +2 വരെയുള്ള സ്കൂളുണ്ട്, അതിലൊരു ഡയറക്ടർ കൂടിയാണ് ഞാൻ. ആ സ്കൂളിലെ റിസർവേഷൻ പാലിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം കമ്മിറ്റിയിൽ പഠിച്ചിട്ടുള്ള ഇതുവരെ ആ സ്കൂളിൽ റിസർവേഷൻ, അത് സാധാരണ സ്കൂളാണ്, റിസർവേഷൻ പെട്ടെന്ന് പാസ്സാക്കാവുന്നതാണ്. അത് നടപ്പിലാക്കിയിട്ട് മറ്റൊരു സംഭവം നമ്മുടെ കാസർഗോഡ് തന്നെ കഴിഞ്ഞ തിരുവനന്തപുരം യാത്ര എയ്ഡഡ് മേഖലയിൽ സംവരണം അനുവദിക്കണമെന്നും പറഞ്ഞാണ് നമ്മൾ കൊടുത്ത കേസ്. അതിന്റെ ഒരു മെമ്മോറാണ്ടം അവിടെ ചെന്ന് കൊടുത്ത് TJ-യുടെ നേതൃത്വത്തിൽ നടന്ന മഹത്തായ സമര പരിപാടികളൊക്കെ ഈ എയ്ഡഡ് മേഖലയുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ എയ്ഡഡ് മേഖല സംവരണവും പെൻഷൻ ആരാ? ഈ ഖജാബിന്റെ 3/4% പൈസയും പോകുന്നത് എയ്ഡഡ് മേഖലയിലാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ എയ്ഡഡ് മേഖലയിലെ പണം അടിച്ചു മാറ്റുന്ന ഒരു പൈസ പോലും കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും ഈ വിഭാഗത്തിന് ഈ എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത്. 5 പൈസ പട്ടികവർഗത്തിന് കിട്ടുന്നില്ലെന്ന്. ഈ ഫണ്ട് അവർക്ക് അനുവദനീയമാണ്. ഭരണഘടന അനുസരിച്ച് എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ നടത്തുവാനും സർക്കാരാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ എയ്ഡഡ് മേഖലയിലെ സംവരണം കൊടുത്തേ തീരുള്ളൂ. കാര്യം ശമ്പളം കൊടുക്കുന്ന സർക്കാരാണെങ്കിൽ തീർച്ചയായും ഈ എയ്ഡഡ് മേഖലയിലും നിയമനങ്ങൾക്ക് അവകാശമുണ്ട് പട്ടികവർഗങ്ങൾ. കേരളത്തിൽ മാറി ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഇല്ല കേട്ടോ. ഈ എയ്ഡഡ് മേഖലയിലെ പ്രതിഭാസം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യരെ പറ്റിക്കുന്ന ഒരു സംവിധാനമാണ്. പട്ടികവർഗങ്ങളെ എങ്ങനെ മാറ്റി നിർത്താമെന്നുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസം. ഈ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. നായക് സർവീസ് സൊസൈറ്റിയുടെ ഇടയിലാണ്, മുസ്ലിം സൊസൈറ്റികളിലാണ്, SNDP-ക്കാരുടെ കയ്യിലുണ്ട്, കാത്തോലിക്കക്കാരുടെ കയ്യിലുണ്ട്. ആരെങ്കിലും ഇന്ന് വരെയെങ്കിലും ഒരു നമ്മുടെ എത്രയോ 10,000-കണക്കിന് അധ്യാപകര് ബിരുദം നേടിയവരൊക്കെ ഇവിടെയുണ്ട്. ഒരാളെങ്കിലും നിയമിക്കാൻ കഴിഞ്ഞിട്ടോ? എനിക്ക് പോലും ഞാൻ വെച്ച ഡിമാൻഡ് പോലും അംഗീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സൊസൈറ്റികളുണ്ട്. അവർക്ക് പോലും പറ്റുന്നില്ല. പിന്നെ ഇവരെന്ത് പുരോഗമനം ചെയ്യുമെന്നാണ് പറയും. സാബ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയപരമായിട്ടും ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജാതി കാണിക്കുന്നത് ഭരണഘടനയിൽ എത്രയോ ക്രിമിനൽ കുറ്റമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ് ഈ ഭരണഘടനയിൽ വിവാദം ചെയ്യുന്നത്. അവസാനമായി അട്രോസിറ്റി ആക്ട്, നമ്മുടെ വക്കീലിലൂടെ അദ്ദേഹത്തിന് അറിയാം. അട്രോസിറ്റി ആക്ട് നമ്മളെ നമ്മുടെ ജാതി തിരിച്ചുള്ള എന്തെങ്കിലും വിവേചനം കാണിച്ചാൽ അവന് ജാമ്യമില്ലാത്ത വകുപ്പാണ്. ജാമ്യമില്ലാത്ത വകുപ്പ് എടുത്ത ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കാവാ. ഏതെങ്കിലും അങ്ങനെ എത്രയോ കേസ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. അവരെയൊക്കെ പല പഴുതുകൾ പോയിട്ട് അട്രോസിറ്റി ആക്ട് പോലും അതിന് ജാമ്യം കിട്ടത്തില്ല. ആ കേസ് പോലും എടുക്കാൻ എത്രയോ കേസ് കേരളത്തിലുണ്ടായി. അട്രോസിറ്റി ആക്ട് പരിപാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയ്ക്കും മോശമായ ഒരു വിഭാഗത്തെ മാത്രം തേടിപ്പിടിച്ച് ഉന്മൂലനം നടത്തുന്ന ഈ ഇന്ത്യ രാജ്യത്തല്ലാത്ത ഇത്രയും സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്ന ഒരു മഹത്തായ ഒരു രാജ്യം. എന്ത് മഹത്തായ രാജ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയുമ്പോ ഇന്ത്യയുടെ പൈതൃകം ഭയങ്കരമെന്നാ പറയുന്നത്. എന്ത് ഭയങ്കര സംസ്കാരമെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ ഭരണഘടനയിൽ പ്രഖ്യാപിച്ചു കൊടുത്തിരിക്കുന്ന സഹോദരത്വം, സമത്വം, തുല്യാവകാശം എല്ലാം. അതിലുപരി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യം
ഈ പട്ടികാതി പട്ടികവർഗങ്ങളുടെ രാജ്യമായിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അത് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ? വന്ന ഭർത്തന്മാരെയും മറ്റുള്ളവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ സഹോദരന്മാരായിട്ട് നമ്മൾ കാണുമ്പോൾ യുവന്മാരെ നമ്മളെ കാണിക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ ഭരണഘടനയിലെ വിവിധ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു തത്വപരം മനസ്സിൽ പോലും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ആ സഹോദര്യ ബോധമില്ലാത്ത ഒരു ജനതയായി, ഒരു സംസ്കാരമില്ലാത്ത ജനതയായി ഈ രാജ്യത്ത് മറ്റു വിഭാഗങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതിൽ ആശങ്കപ്പെടുകയാണ്. എനിക്ക് ഞാൻ കൂടുതലായി നീട്ടുന്നില്ല. ഞങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങളിൽ ഞാൻ ഡൽഹി പോയതിന്റെ കാര്യം EVM നിർത്തലാക്കണം. EVM വലിയൊരു തട്ടിപ്പുള്ള ഒരു കാര്യമാണ്. ഈ നമ്മൾ കൊടുക്കുന്ന ഈ ഇലക്ട്രോണിക്സ് മെഷീനിൽ ആര് കുത്തിക്കഴിഞ്ഞാൽ അത് ചെന്ന് പതിക്കുന്ന എവിടെയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റിയത്. അത് ബാലറ്റ് പേപ്പർ തന്നെ നമ്മൾ ചോദിക്കണം. ഞാനിത് എറണാകുളത്ത് നടത്തിയ സമരത്തിൽ ഞാൻ പങ്കെടുത്ത ഒരാളാണ്. EVM പോലത്തുള്ള അതുപോലെ ജനാധിപത്യ ഭരണഘടന സംരക്ഷിക്കണമെന്നുള്ള രീതി ആ കാര്യങ്ങളൊക്കെ യോജിക്കേണ്ടവരുമായിട്ട് യോജിച്ചതിന് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. നമ്മുടെ ഭിന്നപ സമുദായങ്ങളുമായിട്ട് കയ്യോർത്തുകൊണ്ട് അതുകൊണ്ട് ഉപലക്ഷണങ്ങളായ മറ്റു വിഭാഗം ഇല്ല എന്നുള്ളത് നമ്മുടെ വക്കീലിനെ പറഞ്ഞ വക്കീലിനെ പോലെയുള്ളവർ എത്രയോ നല്ല നമ്മുടെ അംബേദ്കറിന്റെ ഒരു മഹത്തായ പേര് തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണന്റെ ഉടുപ്പേരാണ്. നല്ല സംസ്കാരമുള്ള ഈ വിവാഹം രക്ഷപ്പെടണമെന്നും അതിൽ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്, നമ്മൾ കുറ്റം പറയില്ല. എന്നാലും അങ്ങനെയുള്ളവർ ഉണ്ടായതുകൊണ്ടാണ് ബറോഡ രാജാവിന്റെ ഈ പൈസ കൊണ്ടാണ് അദ്ദേഹം പോയി ഈ ഡിഗ്രികളെല്ലാം വാങ്ങിച്ചത്. അപ്പൊ അങ്ങനെ രാജാവിന് വരെ തോന്നിയ ഒരു അനുകമ്പയാണ്. അത് എന്തുകൊണ്ട് അന്ന് തൊട്ട് തന്നെ അദ്ദേഹം അംബേദ്കറും മനസ്സിലുണ്ടായിരുന്നു ഈ ജാതി ഉന്മൂലനം ചെയ്യണം. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ വളരെ ബൃഹത്ത ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിലെ ഈ ഇത്രയോ ഐക്യരാഷ്ട്രസഭയിൽ എത്രയോ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെല്ലാം അംബേദ്കറിനെ ഒരു ദിവസമെങ്കിലും സ്മരിക്കാത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരില് അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലൊക്കെ കോളേജുകളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയില്ല. ഇവിടെ ഇട്ട ഒരു കോളേജ് അംബേദ്കറിന്റെ പേരിൽ കൊടുക്കണമെന്നോ അല്ല ശ്രീ അയ്യങ്കാളിയുടെ പേര് ഇടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭൂകമ്പമായിരിക്കും ഇവിടെ. അതെങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ മഹാനായ അയ്യങ്കാളിയും പറഞ്ഞു, എനിക്ക് നമ്മുടെ മഹാത്മാ വന്നപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഒരു ആവശ്യം അദ്ദേഹത്തിന് മുന്നിൽ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 BA-ക്കാരെ കണ്ടിട്ട് ചത്താൻ മതി. 10 BA അല്ല, 1000 BA-ക്കാരെ കണ്ട് ഡിഗ്രി ആരെ കണ്ടാണ് മഹാത്മാവും അയ്യങ്കാളി അദ്ദേഹം മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിൽ പോലും കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ എത്ര പേരുണ്ട് അയ്യങ്കാളിയെയും അംബേദ്കറെയും അംഗീകരിക്കുന്ന നമ്മുടെ ഇടയിൽ തന്നെ എത്ര പേരുണ്ട്, എത്ര കുടുംബത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഈ രണ്ടുപേരുടെയും ഫോട്ടോകളെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ജീവനാടിയാണ് അംബേദ്കർ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഭരണഘടന ഭരണഘടനയിൽ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പോലും പറ്റൂലായിരുന്നു. എനിക്കും വേണനും ഒക്കെ കിട്ടിയ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഈ ജോലി കിട്ടിയതിന്റെയൊക്കെ സംരക്ഷണം, അല്ലെങ്കിൽ ഞാൻ ഈ ബോർഡിൽ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സ്കൂളിൽ ഡയറക്ടർ ആകാനുള്ള കാരണം ഡോക്ടർ BR അംബേദ്കറിന്റെ കാഴ്ചപ്പാടുകൾ. അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റിയില്ലായിരുന്നു, എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റൂലായിരുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ വൈകിയതുകൊണ്ട് ഏതായാലും നമ്മളെ ഈ യോഗം വളരെ ആള് കുറഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾ ഒരു വിസ്മയിക്കേണ്ട കാര്യമില്ല. ഈ വളരെ ശ്രദ്ധേയമായ നേതാക്കന്മാരുടെ നമ്മുടെ 2 നേതാക്കന്മാർ അംബേദ്കറായി അദ്ദേഹത്തിന്റെ സ്മരണകൾ പുതുക്കാൻ ഈ അവസരം ഉപയോഗിച്ച ഈ സംഘാടകരോട് എനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. കാര്യം നമ്മുടെ വക്കീൽ സാർ വന്നപോലെ തന്നെ വിദ്യാഭ്യാസം കിട്ടുന്ന ഓരോ നമ്മുടെ പുറകിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു പോകണം. ഈ സമൂഹമാണ് നമ്മുടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ രാജ്യം നമ്മുടെ പട്ടികവർഗങ്ങൾ സജ്ജമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഒരു ജനാധിപത്യം പുലരാൻ വേണ്ടി, നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി നാം എല്ലാം ഒരുമിച്ചിരിക്കണം. അങ്ങനെയില്ലെങ്കിൽ ഈ രാജ്യം തന്നെ ശിഥിലമാവും. മണിപ്പൂര് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ മണിപ്പൂരുള്ളവര് ഇന്ത്യക്കാരല്ലേ? അവരെ തല്ലിയെന്ന് എത്ര പേരാണ് മൃഗീയമായി കൊന്നിരിക്കുന്നത്, എത്ര ബലാത്സംഗങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ആ കാഴ്ച എനിക്ക് പലരും അവിടെ വടക്കേണ്ടിയിൽ മണിപ്പൂരുള്ളവരവനെ അയച്ചു വന്നു. ഞാൻ ആ മൊബൈൽ കണ്ടിട്ട് എനിക്ക് കഷ്ടം. ഞാൻ 3-4 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അത്രയ്ക്ക് വൃത്തികെട്ടതും ഭയാനകമായ ഒരു രീതിയാണ് മണിപ്പൂരിൽ നടന്നിരിക്കുന്നത്. അതുപോലെ എല്ലാ സ്റ്റേറ്റിലും നടക്കുന്നുണ്ട്, നമ്മളിവിടെ അറിയുന്നില്ല. കേരളത്തിൽ നമ്മുടെ വേണു പറഞ്ഞു കഴിഞ്ഞോ, നമ്മുടെ 2 സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂങ്ങിക്കുന്നവര്, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ആദിവാസി യുവാവുണ്ട്, അദ്ദേഹത്തിന്റെ
പരസ്യമായിട്ട് തല്ലിക്കൊന്നിട്ട് ചോദിക്കാനും പറയാനല്ല. അവരൊക്കെ പുറത്തിറങ്ങിയൊക്കെ നടക്കുക. ഇനി എത്രയോ പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങളാ. അഭിമന്യു വധിക്കപ്പെട്ടു. പാലാസ് കോളേജിൽ പഠിച്ച അഭിമന്യു വധിക്കപ്പെട്ടു. അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒട്ടേറെ സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നിരാചാരപരമായി വിവാഹം കഴിച്ചതിന് നിരാചാര കമ്മിറ്റികളുടെ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്. അവിടെ ഒട്ടേറെ സംഭവങ്ങൾ അതിനൊന്നും കേസെടുക്കുന്നില്ല. അതിനെല്ലാവരും നമ്മൾ ഉൾക്കാഴ്ചയോട് സജ്ജമായി നമ്മുടെ സമൂഹം അപ്പേക്കർ എങ്ങനെയാണോ ഉറക്കം വളച്ചിരുന്നത്, ഈ പരീക്ഷ നേടിത്തന്നത്, ആ ഉറക്കം വച്ച് എഴുതി തന്ന ഈ ഭരണഘടന സംരക്ഷിക്കുവാനും അതുപോലെ ഇനി അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളെ പിന്തുടരുവാനും വേണ്ടി യുവാക്കളെ നിങ്ങളും രംഗത്തേക്ക് ഇറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജയിച്ച്